ദിയ കൃഷ്ണ റിലേറ്റഡ് ആയിട്ടൊരു കോണ്ടന്റ് ഇന്നലെ നമ്മൾ ചെയ്തതാണ്. മേക്കപ്പ് വീഡിയോ. ദിയ കൃഷ്ണ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് തന്നെയാണ് ഇപ്പോൾ യൂട്യൂബിൽ കേരളത്തിൽ മലയാളി ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ട്രെൻഡിങ് നമ്പർ 1 ദിയ കൃഷ്ണയുടെ പ്രഗ്നൻസി വീഡിയോ. ഓക്കെ, നമുക്കറിയാടേ കുറേ കാലമായിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും കേൾക്കാറുണ്ട്, നമ്മളൊക്കെ കാണാറുണ്ട്. ഫാമിലി വ്ളോഗ് പ്ലസ് പ്രഗ്നൻസി അതൊരു ഭയങ്കര കോണ്ടന്റാണ്, അതിന് ഭയങ്കര വ്യൂവർഷിപ്പ് ആയിരിക്കും. ഓക്കെ, അത് ഇവിടെ ഇനിയിപ്പോൾ അത് പ്രത്യേകിച്ച് പുതിയതായിട്ടൊരു സംഗതി ഇതൊന്നും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ദാറ്റ് ഈസ് ദെയർ. പിന്നെ അഹാന കൃഷ്ണ, ദിയ കൃഷ്ണ, ഇഷാനി, ഇവരെല്ലാം മൊത്തം ഫാമിലി തന്നെ. അവർ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവാണ്, അവരുടെ പ്രൊഫൈൽസ് ഒക്കെ ഭയങ്കര ആക്റ്റീവാണ്. സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് അവരുടെ ഭയങ്കര അമ്മയും അച്ഛനൊക്കെ അവരുടെ റവന്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അവരുടെ ഫാമിലി മൊത്തം സോഷ്യൽ മീഡിയയിലാണ്. ഫൈൻ. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കോണ്ടന്റ് ഭയങ്കര അൺഎക്സ്പെക്റ്റബിൾ എന്നൊന്നും പറയാൻ പറ്റില്ല, എക്സ്പെക്റ്റഡ് കോണ്ടന്റ് ആണ്. ഫൈൻ. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഇത്രത്തോളം ആക്സെപ്റ്റൻസ് എനിക്ക് തോന്നുന്നു ഒരു 10-40 ലക്ഷം ആവാനായി അല്ലേ? 24 hours ആയിട്ടില്ല, 40 ലക്ഷം ആവാനായി വീഡിയോയുടെ വ്യൂവർഷിപ്പ്. ഞാൻ കണ്ടൊരു കാര്യമുണ്ട് ഇതിനിടയിൽ കമൻറ്റ് ബോക്സിനകത്ത് ഒരുപാട് പേര് ഭയങ്കര എന്താ പറയുക സന്തോഷിച്ച്. ഒന്നാമത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവരുടെ ആ മറ്റേ എന്താ പറയുക സ്ഥാപനത്തിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിയ സീനും ഇതൊക്കെ ഉണ്ടായപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു നോട്ട് ഉണ്ട്. സാധാരണ കാണുന്ന പോലെയല്ല, സാധാരണ ഇവർക്ക് ഒരു നെഗ് ഇമേജ് ഉള്ളിടത്തുനിന്ന് മാറിയിട്ടൊരു പോസിറ്റീവ് ഷിഫ്റ്റ് വന്നു. അഡീഷണലി കുട്ടി ഉണ്ടാവുമ്പോണ്ടല്ലോ, അത് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ ആരൊക്കെ തമ്മിലുണ്ടെങ്കിലും എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും ആ കുട്ടി വരുന്ന ഒരു മൊമെന്റ്, ആ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹാപ്പി ഫ്രെയിംസ് ആണ്. ഫൈൻ. അപ്പോൾ ഇവിടുത്തെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അവരുടെ വീഡിയോ കണ്ടിട്ട് അതിനിടയിൽ കമൻറ്റ് ബോക്സിൽ പോയി നോക്കുമ്പോൾ ഒരുപാട് പേര് ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ അവർ എഴുതിയിടുന്നുണ്ട്. എനിക്കത് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര, ഇപ്പോൾ പലരും ഞങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് വണ്ടിയിൽ നിന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് പലർക്കും പല അഭിപ്രായമാണ്. എന്തിനത് കാണിക്കണം, പ്രസവിക്കുന്ന പുറത്ത് കാണിക്കണം, വേണ്ടേ? ഞാൻ പറയുമ്പോൾ വരും കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഡോക്യുമെന്റ് ചെയ്ത് എന്താ കുഴപ്പം? എനിക്കതിലൊരു പ്രശ്നം തോന്നുന്നില്ല, ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ രണ്ട് രീതി അതിൽ വരാം, പോസിറ്റീവും നെഗറ്റീവും. അത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എന്ത് ചെയ്യാം, വരാം. അല്ല, ചില കേസുകളിൽ എന്താ അറിയോ, ഇതിനകത്ത് പല വിഷയങ്ങളും വരും. ഈ കോണ്ടന്റുമായിട്ട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഫാമിലി കോണ്ടന്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ രണ്ടും കേൾക്കാൻ റെഡി ആവണം. ആളുകളുടെ ഉപദേശം വരും, ആളുകളുടെ എന്താ പറയുക ഇന്റർപ്രിട്ടേഷൻസ് വരും, അങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്ത് വരും. നമ്മൾ പോലും കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ ആളുകൾ കണ്ടുപിടിച്ച് പറയും. സോ പ്രൈവസി കീപ്പ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്, അല്ലെങ്കിൽ രണ്ടും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം നമുക്ക് എന്ത് ചെയ്യാം, ദിയ കൃഷ്ണയുടെ വീഡിയോയുടെ തുടക്കം ഒന്ന് കാണാം. ബർത്ത് വീക്കിൽ ചെല്ലണം. ചെന്നതിന് ശേഷം അവർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നൊക്കെ തരും. എനിക്ക് പ്രോപ്പറായിട്ടൊന്നും അറിഞ്ഞൂടാ, എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അറിയാവുള്ളൂ. അപ്പോൾ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ടാബ്ലറ്റ് തരും. അതിനുശേഷം പെയിൻ വന്നു കഴിയുമ്പോൾ എപ്പിഡ്യൂറൽ എടുക്കും. അതിനുശേഷം ഞാൻ ഉറങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയില്ല. അപ്പോൾ അവിടെ ഉള്ളതെല്ലാം അപ്പോൾ ഉള്ളത് അനുസരിച്ച് അങ്ങ് കാണിക്കാം. എനിക്ക് ഒന്നും പറയാൻ അറിയില്ല, കാരണം ഞാൻ നേരത്തെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. സോ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് താഴെ പോയിട്ട് എന്നെ അശ്വിനെ അവിടെ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എല്ലാവരും തിരിച്ച് മേളി വരും. സോ ലെറ്റ്സ് സീ എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു വ്ളോഗിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് കാണാം. അവർ വ്ളോഗ് എടുക്കാൻ തന്നെയാണ് വീഡിയോ എടുത്തത്, കാരണം അവർക്കത് ആ ഹാപ്പി മൊമെന്റ്സ് മൊത്തം ഷെയർ ചെയ്യണം എല്ലാവരായിട്ടും, അവർക്കും അത് എടുത്ത് വെക്കണം. ഓക്കെ, പിന്നെ ഒരു മെയിൻ തിങ് ഫാമിലി മൊത്തം കൂടെ ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അമ്മ ഉണ്ട്, അച്ഛൻ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, എല്ലാവരും കൂടെ ഉണ്ട്. ഹസ്ബൻഡിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അശ്വിനൊരു ഹാറ്റ്സ് ഓഫ്, കാരണം പാട്ടൊക്കെ പാടി ഭക്ഷണമൊക്കെ വാരി കൊടുത്ത് എത്രത്തോളം ഹാപ്പി ആക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം ഹാപ്പി ആക്കി വെച്ചിട്ടാണ് അശ്വിൻ എന്ത് ചെയ്യുന്നത്. അടിപൊളി. കാരണം പല വീഡിയോസിനടിയിലും കമന്റ് ബോക്സിനകത്ത് അശ്വിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അശ്വിൻ എന്ന് പറഞ്ഞ സപ്പോർട്ട് എത്രത്തോളം ആണെന്നുള്ളത് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമുക്കത് മനസ്സിലാവും. ഫാമിലി മൊത്തം അവരെങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഫുൾ സപ്പോർട്ടീവായിട്ട് അവർ ഒപ്പം കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ ഓബിയസ്ലി വരുമല്ലോടെ, ഇതിനൊക്കെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ സാധനം വരാതിരിക്കില്ലല്ലോ. അപ്പോൾ കമന്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി പറഞ്ഞ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ മറ്റേ ഇത് ഇവിടുന്ന് ഇൻസ്പയർ ആയതാണ്. അശ്വിന്റെ വീട്ടുകാരധികം കാണുന്നില്ല. പിന്നെ നിയോം അശ്വിൻ കൃഷ്ണ എന്ന് പേരിട്ടത് നിയോം അശ്വിൻ കൃഷ്ണ. ഈ നിയോം എന്ന് പറഞ്ഞ പേരിന് എന്തോ ഒരു സീന് എനിക്ക് ഇന്നലെ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ശിവന്റെ പേരല്ല, അല്ല അങ്ങനെ പറഞ്ഞതായിട്ട് എന്റെ അറിവില്ല. പക്ഷെ ആരൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് അതൊരു ശിവന്റെ പേരല്ല. എനിക്ക് ആ പേര് ഭയങ്കര അല്ല, നമ്മളിന്നലെ പറയുന്നത് യുണീക് സാധനമായിട്ട് നമുക്ക് തോന്നി ആ ഒരു പേര് ഭയങ്കരമായിട്ട്.
പിന്നെ കുറെ ആൾക്കാര് പൈസക്കാര്, സെലിബ്രിറ്റി, പൈസക്ക് വേണ്ടിട്ടാണ്, കണ്ടന്റിന് വേണ്ടിട്ടാണ് ചാനൽകാരും വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നു. കാണാൻ കുറെ മറ്റവന്മാരും മറ്റവളുമാരും. ഇവിടെ എത്രയോ സ്ത്രീകൾ പ്രസവിക്കുന്നു. അല്ല, ആശാൻ അത് കണ്ടതിന് ശേഷമാണ് എന്ത് ചെയ്ത്, ആഷ്കർ കൊണ്ടോട്ടിക്കാരനോ കൊണ്ടോട്ടിയിൽ ഇരുന്നുകൊണ്ട് ഇമാതിരി ചില കളിക്കണം. അത് കണ്ടിട്ടാണ് കമന്റ് വരുന്നത്. നമ്മള് കണ്ടിന് കണ്ടിട്ടാണ് കാക്കാന്റെ കമന്റ് വരുന്നത്. പിന്നെന്താ പറയുക, ഇത് ഏഷ്യാനെറ്റിലും മനോരമയിലൊക്കെ അവരെന്ത് ചെയ്യും, ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ ഒരു ന്യൂസ് ആക്കി ഇടുന്നുണ്ട്, റൈറ്റപ്പ് ഇട്ടോ. അപ്പൊ അതിനകത്ത് ഇതൊക്കെ വരുന്ന സമയത്ത് അതിന്റെ കമന്റ് ബോക്സിലാണ് കൂടുതൽ എന്ത് വരുന്നത്, കൂടുതൽ നെഗ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു സാധനം പോകണേക്ക് വേറൊരു കമന്റ് ഞാൻ കണ്ട്, അഹാനയുടെ വിഷമം ആരും കാണാതെ പോകും. മൂത്തവരിയ്ക്കുമ്പോൾ ഇളയവരുടെ കല്യാണവും പ്രസവവും ഒക്കെ കാണുമ്പോൾ തീർച്ചയായും സങ്കടം ഉണ്ടാവും. പുറത്ത് കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ വിങ്ങലുണ്ടാവും. അഹാനയ്ക്കും പെട്ടെന്ന് തന്നെ കല്യാണ യോഗ ദൈവം കൊടുക്കട്ടെ. ഇതാ ഞാൻ പറഞ്ഞേ, ഇനി വരാൻ പോണത് ഇതൊക്കെയാണ്. മനസ്സിലായോ? കല്യാണം കഴിച്ചു, അനിയത്തി പ്രസവിച്ചു. ചേച്ചിക്ക് ആരെ കിട്ടുമോ, ആളെ കിട്ടുമോ? ഇനി ഏറ്റവും വലിയ സീൻ എന്താ പറയാ, ആ കുട്ടിക്ക് അഹാന 5 മിനിറ്റ് എടുത്തുള്ളൂ, ഇഷാനി 7 മിനിറ്റ് എടുത്തു. 1 മിനിറ്റ് മാത്രം അഹാന ഉമ്മ കൊടുത്തു, പക്ഷെ ഇഷാനി ഉമ്മ കൊടുത്തില്ല, കവിള് തൊട്ടില്ല, മൂക്ക് തൊട്ടില്ല എന്നൊക്കെ പിന്നെ കംപ്ലൈന്റ്. അങ്ങനത്തെ ഒരുപാട് എന്താ പറയാ, നമ്മള് ലൈക്ക് ഓരോ വ്യൂവേഴ്സിന് അവരുടെ ഇഷ്ടത്തിന് നോട്ട് ചെയ്യുന്ന പോലെ, അവരുടെ പെർസ്പെക്റ്റീവ് പോലെ അവരെന്ത് ചെയ്യും, ഈ ഉപദേശങ്ങളായിട്ടും ക്രിറ്റിസിസമായിട്ടും എന്ത് ചെയ്യും, ഇട്ടിട്ടിട്ട് പോകും ഒരു സൈഡിൽ കൂടി. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഇവരുടെ വീഡിയോയില് ഇവരുടെ അമ്മ പറയുന്ന ഒരു കാര്യം, നഴ്സും അമ്മമാരും സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. ഒരു ഇഞ്ചക്ഷൻ, ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോകുന്നതിന് ഓസി വീട്ടിൽ നിന്ന് നെഞ്ചിലടിച്ച് എല്ലാം അറിയണം എന്താണെന്ന്. പുതുമ തോന്നുന്നതാണ്. ആ വീൽ ചെയർ ഇരുന്ന് ഞാൻ ഓടും. അമ്മ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ. ഭയങ്കര ബഹുമാനമായിരിക്കും അത് കഴിയുമ്പോ. നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രസവിച്ചത് നമുക്ക് അറിയണ്ടേ. നല്ല ആംബിയൻസ് ആണ് അവർക്ക്. എത്ര പേർക്ക് ഇങ്ങനെ നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന എനിക്ക് അറിയാം. കമന്റ്സിൽ കുറെ പേരുണ്ട്, കുറെ പേര് കാല് പിടിച്ചിട്ടാണ് ഭർത്താവിനെ തന്നെ കെട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേര് അത് പറയുന്നത്. സോ എനിക്ക് മനസ്സിലാവുന്നത്, ഇവിടെ ഗർഭിണിയായ സ്ത്രീകൾ എപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഹസ്ബൻഡും ഫാമിലിയും ഒക്കെ ഒപ്പം വേണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ഇവർക്കത് സമ്മതിച്ചു, ഇവർക്ക് അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് അവരുള്ളത്. അതുകൊണ്ട് അവർക്ക് അത് കിട്ടി. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ പറഞ്ഞ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എത്രയോ ഒന്നുമില്ല, ആ പ്രശ്നേഷന്റെ വന്നിട്ട് സ്വന്തം അമ്മേനെ തള്ളിപ്പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു. മൈത്രേനെ പോലെയുള്ള ആളുകൾ വന്നിട്ട് അച്ഛനമ്മ ബന്ധം എന്ത്, അതൊരു ഒലക്കയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ പോകും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർ. അപ്പൊ ഇത് ഈ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കുന്നത്. അതായത് അവരമ്മ 4 പെൺകുട്ടികളെ പ്രസവിച്ചത്, പെൺകുട്ടി ആൺകുട്ടിയല്ല, 4 കുട്ടികളെ പ്രസവിച്ച ഒരാളാണ്. ആ ഒരു പെയിൻ ഇപ്പൊ തിരിച്ചറിയുന്നത് അവരാ പൊസിഷനിൽ എത്തുന്നത്. അത് അവര് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പിന്നെയും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളാണുങ്ങളാണ്. ഇപ്പൊ ഞങ്ങളെ കാര്യം പറയാം, ഞാൻ ആണാണ്. ഇപ്പൊ ഞങ്ങളെ പറഞ്ഞാൽ ഞാൻ ആണാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ പ്രസവ വേദന എന്നുള്ളത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഇത് കാണുന്ന ഒരു സിറ്റുവേഷൻ, ഇപ്പൊ നാളെ ഈ പ്രസവിക്കുകയാണെങ്കിൽ ഞാനത് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലാവും, ആ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലായോ? അത് മനസ്സിലാക്കുമ്പോഴാവും നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ചിന്തിക്കുക, ഇതിലാണല്ലോ നമ്മൾ അമ്മയും കടന്നു പോയത്. അതൊരു വാല്യൂ ആണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ലൈഫിൽ നമ്മൾ എടുത്തു വെക്കേണ്ടതും കീപ്പ് ചെയ്യേണ്ടതും കുറെ വാല്യൂസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതൊക്കെ എടുക്കാനും എടുത്തു വെക്കാനും ഓർമ്മകൾ സൂക്ഷിക്കാനും ഉള്ള വഴി നമുക്കുണ്ട്. അത് ചെയ്യുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഇടേണ്ടവർ അവരുടെ ചോയ്സ് ആണ്, അവരിടുന്നു. അതുകൊണ്ട് വരും വരായികകൾ അപ് ടു ദം. മനസ്സിലായോ? പിന്നെ കാശ് എന്ന് കുറെ പേര് പറയുന്നുണ്ട്. കാശിന് തന്നെ എല്ലാവരും ഞങ്ങൾ ഈ കോണ്ടന്റ് ചെയ്യുന്നത് നമ്മളും കാശ്. ഇപ്പൊ രാവിലെ എണീച്ചിട്ട് ഈ വീഡിയോ കണ്ടിട്ട് അവര് ജോലി ചെയ്യായിരിക്കും. നിങ്ങൾ ചെയ്യുന്നതും കാശിന് വേണ്ടിയിട്ടുള്ള ജോലിയല്ലേ. കാശിനല്ലാതെ ചാരിറ്റിക്ക് വേണ്ടി ആരും ഒന്നും അങ്ങനെ ഇത് ചെയ്യാറൊന്നുമില്ലല്ലോ, അല്ലെ? അല്ല, ഞാൻ പറയുന്നത് എന്താ അറിയോ, ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കമന്റ് ഇടുന്നവർക്ക് പൈസ കിട്ടും. ഇപ്പൊ ഇടുന്ന ഒരു കമന്റിന് ഒരു പൈസ കിട്ടും എന്നുള്ള രീതിക്കെങ്കിലും ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നാൽ ഞാൻ എന്നോട് പറയാ, അതൊരു തൊഴിലാക്കിയെടുത്ത് ബാക്കി എല്ലാ പണിയും വിട്ട് വീട്ടിലിരുന്ന് കമന്റ് കമന്റുകൾ ഉണ്ടാവും ഈ നാട്ടില്. അപ്പൊ അവർക്ക് അതൊരു പ്രശ്നമേ മനസ്സിലായോ? അപ്പൊ എല്ലാരും എല്ലാം പൈസക്കാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഇനി കരഞ്ഞു വിളിച്ച് വരാം. ഇവര് പൈസക്കാണെങ്കിൽ ആണ്, ആയിക്കോട്ടെ, വിഷയമല്ല.
അശ്വിനും ദിയും കൂടി ഇതിനിടയിൽ വ്ളോഗിനിടയിൽ അവരുടെ ഒരു സ്പെഷ്യൽ മൊമെന്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജനിക്കാൻ പോണ കുട്ടിയുടെ അടുത്താണ് ആക്ച്വലി എനിക്ക് പറയേണ്ടത്. നിന്റെ അമ്മ ഇവിടെ കിടന്ന് പാടുപടനാണ് കേട്ടാ. സോ ഫ്യൂച്ചറിൽ നീ നോക്കണം എത്ര പാടുപെട്ടാണ് ഇവിടെ ഇരിക്കണേന്ന്. എല്ലാരും പാടുപെട്ട് തന്നെ പ്രസവിക്കുന്നത്. അല്ല നമുക്ക് നമ്മുടെ കൊച്ചിനോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇത്. അപ്പോൾ ഭയങ്കര പാടുപെടാണ്ടിരിക്കണം. സോ ഓൾവേസ് റിമെമ്പർ ദിസ്. നിനക്ക് വിവരം വരണ പ്രായത്തിൽ ഞാൻ ആക്ച്വലി നീ ഇത് കാണണം. പക്ഷെ എല്ലാം ഓക്കെ ആവും. ഓക്കെ, വി വിൽ ഗെറ്റ് ദെയർ. വി വിൽ മീറ്റ് യു സൂൺ. വി വിൽ മീറ്റ് യു സൂൺ. യാ. നമ്മുടെ ഒന്നും ലൈഫിൽ കിട്ടാതെ പോയ ഒരു നിമിഷമാണ്. അതെ, ഞാൻ ആലോചിക്കും എന്റെ അച്ഛനും അമ്മ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അല്ലേ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദേഷ്യമോ ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവരെ ഓപ്പോസിറ്റ് ആണെന്ന് തോന്നി കഴിയുമ്പോൾ, അപ്പൊ ഞാനും അച്ഛനും തമ്മിൽ പ്രശ്നം ഉണ്ടായി. സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് എടുത്ത് വെച്ച് ഇങ്ങനത്തെ നോർമൽ പ്രസവമാണ് കൂടുതലും ഉണ്ടായിട്ടുണ്ടാവുക. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഇവര് ഈ എടുത്ത് വെച്ചത് ഒന്ന് ആലോചിച്ചു, ഈ കുട്ടി ഇത് കണ്ടിട്ട് നല്ലൊരു ഭയങ്കരമായിരിക്കും. അതൊക്കെ അതിന്റെ ഒരു ഹാപ്പിനെസ്സിൽ എടുക്കാൻ പറ്റുന്നവർക്ക് അതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവും. പിന്നെ അവര് അവിടെ അവരുടെ അത് ഞാൻ സ്നേഹയ്ക്ക് ആ പോഷൻ വിട്ടുകൊടുക്കുന്നു. കാരണം സ്നേഹം ഇന്നലെ ഞങ്ങള് രാത്രി കോഴിക്കോട് നിന്ന് വരുന്ന വഴിക്കാണ് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണുന്നത്. സ്നേഹം കണ്ടതിന് ശേഷം സ്നേഹയ്ക്ക് ഭയങ്കര സ്നേഹ കരച്ചില് വരണു, സ്നേഹയ്ക്ക് സങ്കടം വരണു. സ്നേഹം കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നു സ്നേഹയ്ക്ക് പെയിൻ താങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇല്ല കുഴപ്പമില്ല എന്ന് പറയുന്നു. ആസ് എ വുമൺ ആ ഒരു സീൻ എങ്ങനെ ഉണ്ടായിരുന്നു? കാണാൻ എനിക്ക് പാലിക്കുമ്പോൾ എനിക്ക് സങ്കടം വരിക. കാരണം അത് സങ്കടം വരും. കാരണം അത്ര പെയിനിലോ അതൊക്കെ കുറയ്ക്കാനുള്ള കുറെ പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്താ മാക്സിമം പെയിൻ കുറച്ചുള്ള സംഭവം മതിയല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രസവിക്കാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എല്ലാവർക്കും കൂടി ഇതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായോ? അത് ശരിയാണ്. നോർമലി വരുന്നത് നോർമൽ ആയിട്ട് തന്നെ നടക്കട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ്. അതിന് പേടി ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതിന്റേതായിട്ടുള്ള നോർമൽ പ്രോസസ് ആണ് എല്ലാവരും ചെയ്യുന്നത്. നോർമൽ പ്രോസസ്സിലേക്ക് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കും. മനസ്സിലായോ? ഇതിപ്പോ ഈ പറഞ്ഞ മണ്ടന്മാര് കാണിക്കുന്നത് വീട്ടിലെ പ്രസവം സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. എത്രയോ പേര് പ്രസവിച്ചതിന് ശേഷം കുട്ടികളെ ഇല്ലാതാക്കുന്നവരുടെ മുന്നിൽ ഇതിന്റെ ഒരു ബ്യൂട്ടി എത്ര അത് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. ആൻഡ് ഇതിനടിയിൽ വന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ അധികം കോമെന്റ്സ് വന്നിട്ടുണ്ട്. കുറേ ആളുകൾ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് എഴുതി വിട്ടിട്ടുണ്ട്. ആ കോമെന്റ്സ് നമുക്ക് കുറച്ചൊന്ന് വായിച്ചു നോക്കാം. അതില് ഇവിടെ വായിക്കാം. ഈ ഒരു കോമന്റ് വായിക്കാം. ഒരുപാട് പേരുടെ ഡെലിവറി വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ കരയിച്ചു കളഞ്ഞു. ഞാനും 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. 2 C-സെക്ഷൻ ആയിരുന്നു. പ്രസവവേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ആഫ്റ്റർ ഡെലിവറി പെയിൻ അറിഞ്ഞുട്ടോ. എവരി വൺ ഇൻ ബ്ലൂ വെൽക്കം നിയോം ടു കൃഷ്ണ. അതായത് C-സെക്ഷൻ ചെയ്യുന്നവർക്കും ഡെലിവറി പെയിൻ അറിയണം എന്നുള്ള അവർക്ക് ഉണ്ട്. ഓക്കെ. യു ആർ ലക്കി. ഐ വാസ് അലോൺ ഡ്യൂറിംഗ് ബെഡ് ഡെലിവറി. ആരും ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെ എടുക്കാൻ, ഞാൻ മാത്രം. ഡെലിവറി കഴിഞ്ഞ് ഞാൻ തന്നെ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി ബെഡിൽ കിടത്തി ഡ്രസ്സ് ഇടിപ്പിച്ചത് പൊതിഞ്ഞത്. ആർമി ഹോസ്പിറ്റലായിരുന്നു ഡെലിവറി. കൂടാതെ അവരെന്നെ വഴക്കും പറഞ്ഞു. എപ്പോഴും മായാത്ത മനസ്സിലെ മുറിവ്. കോവിഡ് ആയതുകൊണ്ട് വീട്ടുകാരില്ലായിരുന്നു. ഒറ്റയ്ക്ക് ഞാനും അസും കൊൽക്കത്തയിൽ. കുഞ്ഞിന് 6 മാസമായപ്പോൾ നാട്ടിൽ പോയി. ബട്ട് എന്നെ പൊന്നുപോലെ അസു നോക്കി. ഒരു കുറവും വരുത്തിയില്ല. ഐ ആം സോ ലക്കി. എന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരാളെ കിട്ടി. ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടു. 2 ദിവസം മാത്രം. മോനിപ്പോൾ 4 ഇയറായി. കണ്ടപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. ഇതുപോലെ കൂടെ നിന്ന് പോട്ടെ സാരമില്ല എന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു. നീ എങ്ങനെയെങ്കിലും പ്രസവിക്കണേ. C-സെക്ഷന് ക്യാഷ് ഒരുപാട് ആകും. ആദ്യത്തെ പ്രസവ ചിലവ് നമ്മുടെ വീട്ടുകാരുടെയാണ് എന്ന് അലറി കരഞ്ഞു കൊണ്ടിരുന്ന എന്റെ കാതിൽ വന്ന് പറഞ്ഞു. എന്റെ പ്രസവവും എന്റെ ജീവിതവും മുഴുവൻ കോംപ്ലിക്കേറ്റഡ് ആക്കി നേഴ്സായ സഹോദരി ഓർമ്മിക്കുന്നു. ആ സ്ത്രീക്കും അവരുടെ തലമുറയ്ക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. എന്റെ ഡെലിവറി കഴിഞ്ഞ് 2 മന്ത് കഴിഞ്ഞു. എന്റെ അസു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ഡെലിവറി ഹോസ്പിറ്റൽ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയുള്ള കുറേ ആൾക്കാരുണ്ടാവും, ഇൻക്ലൂഡിങ് മീ. ദിസ് വീഡിയോ ഈസ് ആൻ എൻകറേജ്മെന്റ്. എപ്പോഴും എന്തോ ഡാർക്ക് സീക്രട്ട് പോലെ പീപ്പിൾ അവതരിപ്പിക്കുന്ന ഡെലിവറി. ആൻഡ് ദേ സേ ഡോണ്ട് ടെൽ അതേഴ്സ് അബൌട്ട് ദ പെയിൻ ദേ എൻഡ്യൂർ സോ ദാറ്റ് വുമൺ ചൂസ് നോട്ട് ടു ഗിവ് ബർത്ത്. ദിസ് വീഡിയോ ഷോഡ് എക്സാക്ട്ലി ദ സ്ട്രെങ്ത്. അറിയാതെ കരഞ്ഞു പോയി when the baby came. So happy to see the baby and mom doing good. Such a strong woman. Beautiful family. God bless you. ഇത് കണ്ടു പോയി നമ്മൾ കാണുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. 2-3 മണിക്കൂർ വേദന സഹിച്ച അവസാനം റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ കിടക്കില്ലാതെ എന്തോ ഒന്ന് പുറത്ത് ഉമ്മ മാത്രം. ഹസ്ബൻഡ് ഗൾഫിൽ. എൻ്റെ മോത കണ്ട്
കണ്ട് ഇപ്പോൾ ചിന്തിക്കാൻ വയ്യ. ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു, പ്രസവം ആരും അടുത്തില്ല. ഇങ്ങനെയായിരിക്കും എല്ലാവരും എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ 2016 ഉണ്ടാവാൻ സാധ്യതയില്ലേ ഈ വേദന കുറയുന്ന മരുന്നൊക്കെ? എന്തായാലും മാഷാഅല്ലാഹ് എല്ലാം കഴിഞ്ഞ് 9 വയസ്സ്. അതായത് ഇതിൽ നിന്ന് അനുഭവിച്ച്, അതായത് ഈ അതെ, കുറെ പേർക്ക് ഹസ്ബൻഡ് ഒപ്പം ഉണ്ടാവാറില്ല. അതാണ് പ്രസവിച്ചും അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവരുള്ള ഡെലിവറി ടൈമിൽ അവർക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അവർ ആ അവസ്ഥയിൽ കൂടെ വേണമെന്നുള്ളത് ആഗ്രഹിച്ച അവസ്ഥയെ കുറിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്. പിന്നെ കുറെയൊക്കെ കമന്റ് കണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആറ്റിറ്റ്യൂഡ് അതെന്താ വെച്ചാൽ നഴ്സുമാർക്ക് അവർക്ക് അവിടെ സ്ഥിരം കണ്ടതാണല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാറുണ്ട്. ചില ഹോസ്പിറ്റലിൽ അതിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ലവരുണ്ട്, ചീത്തവരും, പ്രൈവറ്റിലും നല്ലവരും ചീത്തവരുണ്ട്. അത് ആ നഴ്സിന്റെയും ഡോക്ടറിന്റെയും ഒരു കഴിവാണ്. അത് വരുന്ന എല്ലാ രോഗികൾക്കും ഒരേ രീതിയിലുള്ള കെയർ കൊടുക്കുക, ഒരു അറ്റൻഷൻ കൊടുക്കുക. ചിലരും പലരും പല മൂഡിലായിരിക്കും, പലർക്കും പേടി കാണും. അതെ, ഇവരൊക്കെ ആദ്യമായിട്ട് പ്രസവിക്കാൻ വരുന്നവരാണ്. പക്ഷെ ഡോക്ടർ നഴ്സുമാർക്ക് പല എക്സ്പീരിയൻസ് പല ആൾക്കാരെയും കണ്ടിട്ട്. അപ്പോൾ വരുന്ന ആൾക്കാരെ കംഫർട്ടാക്കി ചെയ്യേണ്ടതാണ് അവർ ചെയ്യേണ്ടത്. ആൻഡ് മാക്സിമം ഞാൻ പറയുമ്പോൾ ഹോസ്പിറ്റൽസ് എന്റർടൈൻ ചെയ്യുക. ആരാണോ അവർക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് വേണ്ടത്, ഫാമിലി വേണോ, ഹസ്ബൻഡ് വേണോ, ആര് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, കൊടുക്കുക. അതാണ് വേണ്ടത്. വേറൊരു കമന്റ് ഉണ്ട്, ഒരാൾക്ക് പ്രസവിക്കുന്ന നേരത്തെ കരഞ്ഞ് കാല് പിടിച്ച ഹസ്ബൻഡിനെ ഉള്ളിക്ക് കയറ്റിയെന്ന് അടുത്തിക്കാൻ വേണ്ടിട്ടെന്ന്. കാരണം ഈ കമന്റ് ബോക്സ്, നിങ്ങൾ ദിയാകൃഷ്ണയുടെ കമന്റ് ബോക്സ് പോയി നോക്കുക. എത്രയോ സ്ത്രീകള് അവരുടെ ഡെലിവറി ടൈമിൽ അനുഭവിച്ച ട്രോമ, അത് ഇത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ്, എൻകറേജ്മെന്റ് കിട്ടുകയാണ്. ഓക്കെ, അതായത് മാറുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്, അത് അവർക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇനി വരുന്ന കുട്ടികൾക്കും എന്ത് കിട്ടുന്നുണ്ട്, ഒരു മാറ്റം സംഭവിക്കുന്നു പറയുമ്പോ ഒരു സന്തോഷം. അവര് ബിലോ പോർഷനിലല്ലോ കാണിച്ചത്, ഫേസിന്റെ ഭാഗമാണല്ലോ കാണിച്ചത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വൾഗാരിറ്റി ഉണ്ട്. വൾഗാരിറ്റി ഇല്ല, പേടിയാ പറഞ്ഞ പേടിയില്ല, വയലൻസും ഇല്ല, വൾഗാരിറ്റി ഇല്ല. എനിക്ക് പേടിയാണ്. ഒരു പുതിയ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ്, മനസ്സിലായല്ലോ. അത് ഭയങ്കരമാണ്, അത് പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു പുതിയ ഒരാൾ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴാന്നൊക്കെ പറയുമ്പോ എന്തല്ലേ. എന്താണെങ്കിലും എല്ലാം ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ട് കൃഷ്ണകുമാർ കുട്ടി എല്ലാവരും കണ്ടു, എല്ലാവരും കരഞ്ഞത്, അഹാന കരഞ്ഞത്, അൻസിക കരഞ്ഞത്, ലാസ്റ്റ് ഫാമിലി ഫ്രെയിം ഒക്കെ അടിപൊളിയായിട്ട് തീർന്നു. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, മുന്നോട്ട് പോകുമ്പോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസി വ്ളോഗോ അല്ലെങ്കിൽ കുട്ടി ഉണ്ടായതിനു ശേഷമുള്ള വ്ളോഗുകളൊക്കെ വരുന്ന സമയത്ത് ഈ പല രീതിയിലുള്ള എന്ത് വരും, പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും, ക്രിറ്റിസിസം വരും, അതിൽ തന്നെ അഡ്വൈസ് വരും, പല പല കാര്യങ്ങൾ വരും. അഡ്വൈസ് നല്ലതുണ്ടാവാറുണ്ട്, പക്ഷെ മെജോറിറ്റിയും മറ്റേ അഡ്വൈസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് ഇത് വിഷയമല്ല. അഹാന കൃഷ്ണകുമാർ ഫാമിലിക്ക് ഇതൊന്നും ഒരു സീനല്ല. കാരണം അവർ കുറെ കാലമായിട്ട് കണ്ടുവന്നിരിക്കുന്ന പരിപാടിയാണ്. സോ അവർക്കതൊരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവരതിലാണ്, സോ അവർക്കൊരു കോണ്ടന്റ് ആണ്, അവർ ചെയ്തു. ഓക്കെ, അതിലിപ്പോ ആ ബ്യൂട്ടി അല്ലെങ്കിൽ ആ ഹാപ്പിനെസ് കളയാൻ മാത്രം നിങ്ങൾക്ക് താല്പര്യം ചെയ്തു, അത്രേ പറയാനുള്ളൂ. ബട്ട് ഇത് കണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായി, സങ്കടമായി, അതിന് ഒരുപാട് പേര് ഇൻസ്പയർഡ് ആയി. അതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വ്ളോഗ് അല്ലേ? നല്ല അടിപൊളി, നല്ല സൂപ്പർ വ്ളോഗ്. ഓക്കെ ഗൈസ്.